Meet the editors. പോറ്റിപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. ചർച്ചയിലേക്ക് എത്തും മുമ്പ് ഇതുവരെ പുറത്തു വന്ന ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരൊന്ന് കാണണം. ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഈ തന്ത്രി പെടുത്തി എന്നതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലുള്ളത്. നേരത്തെ പുറത്തു വന്ന ചിത്രങ്ങളാണ്, ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ ചിത്രം പ്രേക്ഷകർ കാണുന്നത് ബംഗളൂരു എയർപോർട്ടിന് പുറത്തു നിന്നുള്ള ചിത്രമാണ്. ബംഗളൂരു എയർപോർട്ടിന് പുറത്ത് നോക്കൂ, പോലീസിന്റെ ഗൺമാനുണ്ട്. ആ സമയത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുണ്ട്. കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ പുറത്ത് ഇരിക്കുന്ന അയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. അവിടെ ഒരു മലയാളി സമാജത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കണ്ടു എന്നാണ് പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ വിശദീകരണം. ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ കണ്ടത്. ഇത് തിരുവനന്തപുരത്ത് ഗൂർഖ കാർ കൈമാറുന്ന സ്ഥലത്ത് സമയത്ത് വെച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് എന്നുള്ളതാണ് നിഗമനം. രണ്ടാമത്തെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ഫോട്ടോയാണിത്. എന്നാൽ മറുഭാഗത്ത് UDF-നെ പ്രതിരോധത്തിലാക്കിയത് സാക്ഷാൽ ജൻപഥിൽ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ റോദ്ദം ജുവലറിയിലെ ഗോവർദ്ധനും അടക്കമുള്ളവർ, ബെല്ലാരിയിൽ നിന്നുള്ള ഗോവർദ്ധനും അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ട് പ്രധാനപ്പെട്ട ഗിഫ്റ്റുകൾ, ഒരു കവറിലും മറ്റൊന്നല്ലാതെയുമുള്ള രണ്ട് ഗിഫ്റ്റുകൾ കൈമാറുന്ന ചിത്രം. അതിനോടൊപ്പം നിൽക്കുന്ന നേതാവിനെ ശ്രദ്ധിച്ചു നോക്കൂ, അത് സാക്ഷാൽ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് തൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നത് എന്നതാണ്. പക്ഷെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി അല്ലെങ്കിൽ പുരോഹിതൻ എന്ന നിലയിൽ ജൻപഥിൽ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആക്സസ് അനുവദിച്ചത്? ഇതിലും ഗുരുതരമായ ചിത്രം, മറ്റൊരു ദിവസം ജൻപഥിലെത്തി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം. അത് ചരടാണോ ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളതിൽ ഈ CPM സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചരടാണ് എന്നാണ്, പക്ഷേ അത് അവിടെ വ്യക്തമല്ല. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുടെ സാന്നിധ്യം നോക്കൂ, അത് ആന്റണിയാണ്, പത്തനംതിട്ടയിലെ MP ആണ്. അദ്ദേഹവും പറയുന്നു തൻ്റെ മണ്ഡലത്തിലെ ശബരിമലയിലെ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നതാണ് അദ്ദേഹം പറയാൻ സാധ്യതയുള്ളത്. ഇതുവരെ ആന്റണി പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഭീമ ജുവലറി സ്പോൺസർ ചെയ്ത ഗൂർഖ ജീപ്പിന്റെ താക്കോൽ കൈമാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നാണ് അത് ഏറ്റുവാങ്ങുന്നത്. ആ സമയത്ത് സാക്ഷാൽ DGP ഉണ്ട്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയുണ്ട്, ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പ്രേക്ഷകർക്ക് കാണാം. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ സമയത്ത് ശ്രീകോവിലേക്ക് തന്ത്രി രാജീവ് കണ്ഠർ പോകുമ്പോൾ അനുഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ചിത്രം 2007 എടുത്ത ചിത്രമാണ്. നോക്കൂ, ഇത് മറ്റൊരു സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം കൂടി പ്രേക്ഷകർക്ക് കാണാം. ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നവരുടെയൊക്കെ ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞോ അറിയാതെയോ ചിത്രങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഉയർത്തുന്ന ചോദ്യവും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പെടുത്തുകയായിരുന്നോ ഇവരെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതൊരു ഭാഗത്ത് സോണിയാഗാന്ധി നിൽക്കുന്നു, അടൂർ പ്രകാശ് UDF കൺവീനർ നിൽക്കുന്നു, കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുന്നു, പത്മകുമാർ നിൽക്കുന്നു, വാസു നിൽക്കുന്നു. മറുഭാഗത്ത് ഈ പറയുന്ന തന്ത്രി രാജീവ് കണ്ഠർ നിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പെടുത്തിയോ എന്നതാണ് ചോദ്യം. സ്മൃതി, ഇപ്പോൾ പല ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തിലെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രനോ അടൂർ പ്രകാശോ ഈ നമ്മൾ വാർത്ത പുറത്തുവിടുന്നത് വരെ സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ആ വാർത്ത പുറത്തു വരുമ്പോൾ കടകംപള്ളി പറയുന്നത് ഞാൻ ഒരിക്കൽ അവിടെ പോയിരുന്നു, 2 തവണ പോയിരുന്നു എന്നാണ് അയൽവാസി പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നതും 2 തവണ പോയി എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പെടുത്തിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പെടുത്താൻ വേണ്ടി ഈ വന്ന പടങ്ങളായിരിക്കില്ല, ചിത്രങ്ങൾ പെടുത്താനല്ല, അത് ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ദുരുപയോഗം ചെയ്യുകയാണ്. അത് വെച്ച് തനിക്ക് സ്വാധീനമുണ്ടെന്നും എല്ലാവരുമായിട്ടും തനിക്ക് നല്ല ബന്ധമാണെന്നും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ ഇടത്തും സ്വാധീനം ഉപയോഗിച്ച് പോകുന്നത്. സോണിയാഗാന്ധിയുടെ അടുത്ത് പോയതും അങ്ങനെയാണ്. അങ്ങനെ അടൂർ പ്രകാശ് അങ്ങോട്ട് കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യമാണല്ലോ ആ കാര്യത്തിൽ നമുക്ക് അറിയേണ്ടത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 2 തവണ
2 തവണ കടകംപള്ളി സുരേന്ദ്രൻ അതായത് ദേവസ്വം മന്ത്രിയായിരിക്കെ പോറ്റിയുടെ വീട്ടിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അന്ന് പോറ്റി എന്താണ്? പോറ്റി ഒരു സഹായി മാത്രമാണ്, അല്ലേ? മേൽശാന്തിയുടെ സഹായിയാണ്, പരികർമ്മിയാണ്. അപ്പോൾ പരികർമ്മിയുടെ സഹായിയാണെന്ന് തോന്നുന്നു. പരികർമ്മിയായി അതിലും താഴെ, അതിലും താഴെയാണ്, പിന്നെ പരികർമ്മി താഴെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ വീട്ടിലേക്ക് പലതവണ പോകുന്നു എന്നുള്ളത്, 2 തവണയെങ്കിൽ 2 തവണ പോകുന്നു എന്നുള്ളത്, ആ പോകുന്നതും പോറ്റി നേരിട്ട് ഫോൺ വിളിച്ചിട്ടാണ് എന്നുള്ള വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പോറ്റിക്ക് നേരിട്ടാണ് മന്ത്രിയുമായിട്ട് ബന്ധം. ആ ബന്ധം എങ്ങനെയാണ്? നാട്ടിലെ ഒരു സാധാരണക്കാരൻ വിളിച്ചാൽ പോകുന്ന ഒരു ബന്ധമാണോ എന്നുള്ള സംശയം അവിടെയുണ്ട്. ഇനി ഇന്ന് മോർണിംഗ് ഷോയിൽ തന്നെയാണല്ലോ പറയുന്നത്, കടകംപള്ളി പറയുന്നു ഞാനിത് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ SIT യോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത് മാധ്യമങ്ങളോടും പറയാമായിരുന്നു. കാരണം അദ്ദേഹം ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ്. എനിക്ക് പരിചയമുണ്ട്, ഞാൻ പലതവണ ആ വീട്ടിലും പോയിട്ടുണ്ട് എന്ന് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഈ സംശയം ഉണ്ടാകില്ല. അപ്പോൾ പോയത് എന്തിനാ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ, അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം അവിടെ അവരുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് പോയിട്ടുള്ളതെന്നാണ്. പോലീസ് അകമ്പടിയോടുകൂടി മന്ത്രിയുടെ വാഹനത്തിൽ തന്നെ പോയിട്ടുള്ള പോക്കാണ് അത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ ബന്ധം? ആ ബന്ധം എന്നുള്ളത് വീട്ടിൽ പോകുന്ന രൂപത്തിലെങ്കിൽ ആ വീട്ടിൽ പോകുന്നത് മാത്രമായിരിക്കില്ലല്ലോ, വേറെയും ചില ബന്ധങ്ങളുണ്ടാകാം. ഇപ്പോൾ നമ്മൾ പോറ്റിയുമായി ബന്ധപ്പെട്ട് അറിയുന്നത് പോറ്റി പലയിടത്തും സ്പോൺസറായി വർത്തിച്ചിട്ടുണ്ട്, പല ബിസിനസ് ബന്ധങ്ങളും പലരുമായിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം കടകംപള്ളിയായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന അടുത്ത ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ബാംഗ്ലൂരിലെ ചിത്രം, ബാംഗ്ലൂരിലും പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെയുണ്ട്. എയർപോർട്ടിന് പുറത്തെ ചിത്രമാണ്. ആ ചിത്രത്തെക്കുറിച്ച് ഇതുവരെ കടകംപള്ളി മിണ്ടിയിട്ടില്ല. അപ്പോൾ തനിക്ക് ബുദ്ധിമുട്ടായ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നു, ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിലപ്പുറമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുമില്ല. അന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം കൂട്ടുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അവിടെ ഒരു വിഷയമുണ്ട്. പക്ഷെ അതിലും ഗുരുതരം കടകംപള്ളിയുടേതാണ്. ഇനി അടൂർ പ്രകാശും എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ 2019 മുതലാണ് തനിക്ക് പരിചയമെന്നാണ്. അങ്ങനെയാണെന്ന് കരുതാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അയൽവാസി പറയുന്നത് 1 തവണയോ 2 തവണയല്ല, പല തവണ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു അടുത്ത ബന്ധമാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിലെയും CPM-ലെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളുമായി മന്ത്രിമാരുമായിട്ടൊക്കെ ഈ ബന്ധം സ്ഥാപിക്കാൻ പോറ്റിക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുണ്ടോ? ആ കൊടുക്കൽ വാങ്ങലുകളുടെ സ്വഭാവം എന്താണ്? ഇനിയിപ്പോൾ നമ്മുടെ ചർച്ചയിൽ മധു മണിമല പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം അതിന് പിന്നിലുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കാം. അപ്പോൾ അടൂർ പ്രകാശം പറയുന്നു, ഞാനല്ല സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോയത് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ സംശയിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കടകംപള്ളി ഗതികിട്ടിട്ടാണെങ്കിലും മാധ്യമങ്ങളോട് തുറന്ന് സംസാരിച്ചു, വാർത്താ സമ്മേളനം നടത്തി, ആരും നമ്മളോട് പ്രതികരിക്കുന്നു, പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു. അടൂർ പ്രകാശ് എവിടെ? അടൂർ പ്രകാശിന് പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഇപ്പോൾ പറയുന്നത് ഞാൻ കേസില്ലല്ലോ, SIT വന്നിട്ടില്ലല്ലോ, മൊഴിയെടുത്തിട്ടില്ലല്ലോ. ശരിയാണ്, സാങ്കേതികമായി ശരിയാണ്. പക്ഷേ ധാർമ്മികത എന്നൊരു വശം അവിടെ നിൽക്കുന്നു, രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതിൽ അടൂർ പ്രകാശും മറുപടി പറയേണ്ടി വരും. ഇനി സ്ഥലം MLA അംബിക അവിടെ പോയിട്ടുണ്ട്. അംബിക പോയത് അവിടെ ഈ പറയുന്ന പോറ്റിയുടെ അച്ഛൻ മരിച്ചപ്പോഴാണെന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നുണ്ട്. അപ്പോഴും എന്താണ്, പോറ്റി അവിടുത്തെ ഒരു പ്രധാനിയാണെന്നേ, സാധാരണ ഒരാളുടെ വീട്ടിൽ പോകുന്ന രൂപത്തിലല്ല. പോറ്റി അറിയില്ല, വട്ടിപ്പലിശക്കാരനാണ്. അതെ. അപ്പോൾ പോറ്റി ഒരു സാധാരണക്കാരനല്ല, പോറ്റി എല്ലാവരുടെയും ആളാണ്, എല്ലാവരിൽ നിന്നും എന്തൊക്കെയോ പോറ്റിക്ക് കിട്ടുന്നുണ്ട്, പോറ്റിയിൽ നിന്നും എല്ലാവർക്കും എന്തോ കിട്ടുന്നുണ്ട്. അതാണ് അറിയേണ്ടത്. SIT അതിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്, സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പോറ്റി പുറത്തു വരാൻ പാടില്ല എന്ന് SIT തന്നെ പറയുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ അബദ്ധമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കണ്ടേ? കൊണ്ടുപോയ സ്വർണം എവിടെയെന്ന് ചോദ്യം ഇവിടെ നിൽക്കുന്നു. ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടെയും CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. ജയിലിൽ കിടക്കുന്നത് CPM-ലെ നേതാക്കളാണ്. കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന തെളിവുകൾ, SIT-യുടെ നീക്കങ്ങൾ, SIT കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും CPM-ലെ നേതാക്കളുമായി ബന്ധപ്പെട്ടാണ്. ഇനി വിശാലമായി ശബരിമലയുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിലെ കൊള്ളയൊക്കെ അന്വേഷിക്കുമ്പോൾ കൂടുതൽ പേർ പെടുമായിരിക്കാം, UDF നേതാക്കൾ ഉണ്ടാകുമായിരിക്കാം. അതിലേക്ക് പോകട്ടെ. നിലവിൽ നമ്മുടെ മുന്നിലുള്ള കാര്യത്തിൽ മറു ആരോപണമല്ല മറുപടി എന്നുള്ളതാണ്. പത്മകുമാറുമായി ബന്ധപ്പെട്ട കോടതി എന്ന് പറഞ്ഞ കാര്യവും പ്രധാനമാണ്. വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറയുന്നത്. ഈ സ്വാധീനം എന്ന് പറയുന്നത് CPM നേതൃത്വമായുള്ള ബന്ധമാണ്, ഭരണതലത്തിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുന്നത്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് പത്മകുമാറിനെതിരെ നടപടി പാർട്ടി എടുക്കാത്തത്. സംശയിച്ചുകൂടെ? അതിന് മറുപടി CPM പറയണം. അപ്പോൾ പരസ്പര ആരോപണങ്ങൾക്കപ്പുറം ഇപ്പുറം പോറ്റി കയറ്റിയത് ആരൊക്കെ എന്ന ചോദ്യമാണ് ഇന്നത്തെ ദിവസം ഏറ്റവും ശക്തമായിട്ടുള്ളത്. പോറ്റി പെടുത്തിയോ എന്നാണ് ചോദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. ജിമ്മി, ഗസ്റ്റുകൾ ഒരുപാട് പേര് ശബരിമല അയ്യപ്പനുണ്ട് എന്ന് പലപ്പോഴും പറയുമ്പോൾ ഞാനത് അത്ര വിശ്വസിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ അത് വിശ്വസിക്കേണ്ട അവസ്ഥയാണ്. കാരണം
കള്ളം പറഞ്ഞവരെല്ലാം വരിയായിട്ട് വന്ന് ലൈനായിട്ട് നിൽക്കുകയാണ്. പോറ്റി അറിയാമോ? അറിഞ്ഞൂടാ. അടുത്ത ലൈൻ ചെറുതായിട്ടറിയാം. പിന്നെ പറഞ്ഞു 1-2 ചടങ്ങുകളിലൊക്കെ പോയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ മുമ്പിൽ അത് വേറെ ആരോ കൊണ്ടുവന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു അയൽക്കാരൻ പറയുകയാണ്, സ്ഥിരമായി വന്നിരുന്ന ആളുകളുടെ പേര് ഓരോന്നോരോന്നായി പറയുകയാണ്. അതിനകത്ത് കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അദ്ദേഹം അന്ന് മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. UDF ഇപ്പോഴത്തെ കൺവീനർ അന്നത്തെ MP ആയിട്ടുള്ള അടൂർ പ്രകാശുണ്ട്. അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്. അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായി വരുമായിരുന്നു. OJ അംബികയുടെ കാര്യത്തിൽ അവർ പറഞ്ഞു ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളൂ, അതൊരു മരണച്ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് എന്തോ ആട്ടോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവരെല്ലാം പറഞ്ഞ മുൻ പ്രസ്താവനകളാണ് അവരെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ നുണ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുഴുവൻ ജനം അവിശ്വസിക്കും. അങ്ങനെയാണല്ലോ രീതി. നിങ്ങൾ കള്ളം പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ്? കടകംപള്ളി സുരേന്ദ്രൻ്റെ കേസ് ആദ്യം എടുത്താൽ കടകംപള്ളി സുരേന്ദ്രൻ പല പ്രാവശ്യം ചോദിക്കുമ്പോഴും എനിക്കറിയില്ല, എനിക്ക് ഒരു പരിചയവുമില്ല, ഭക്തനാണ്, എൻ്റെ മണ്ഡലത്തിൽ ഞാൻ അടുപ്പിച്ചിട്ടില്ല, എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുന്നു പോലീസിൻ്റെ അകമ്പടിയോട് കൂടി ഞാൻ അവിടെ പോയിട്ടുണ്ട്, പോലീസ് കൂടെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വേറെ കള്ളത്തിലൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എന്തൊരു അപഹാസ്യമായിട്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മന്ത്രി സ്വയം ന്യായീകരിച്ചത്, അല്ല മുൻ മന്ത്രി ന്യായീകരിച്ചത്. ഇതാദ്യമേ പറയുകയും അത് വ്യക്തമാക്കുകയും ചെയ്യാത്തതിൻ്റെ പിന്നിൽ അദ്ദേഹം പേടിച്ചു പോയിട്ടാണോ എന്ന് ഞാൻ കരുതുന്നില്ല. അത് വളരെ വ്യക്തമായി ഇതെന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ വിചാരിക്കണം. കാരണം ഒരുപാട് അണിയറ കഥകൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ അഭ്യൂഹമാണെന്ന് പറഞ്ഞ് തള്ളുന്നതും ഒക്കെ അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞതിനകത്തും നുണയുണ്ട്. അദ്ദേഹം രാവിലെ നമ്മുടെ ടെലിവിഷനിൽ പറഞ്ഞത് നൂലുകെട്ടിന്, ഒരു കുഞ്ഞിൻ്റെ മറ്റേ നൂലുകെട്ടിന് ഞാൻ പോയി എന്നാണ് എൻ്റെ ഓർമ്മ എന്നാണ്. പോറ്റിയുടെ മകന് 20 വയസ്സാ പ്രായം. അപ്പം നൂലുകെട്ട് ഏത് കാലത്ത് 20 വർഷം അല്ല ഉണ്ടെങ്കിൽ ആ വീട്ടിലുണ്ടെങ്കിൽ പെങ്ങളുടെ മകനും പെങ്ങളുടെ മകളും ഈ പ്രായത്തിൽ വരില്ല. അപ്പോൾ പോറ്റിയുടെ മകന് നൂലിട്ട് നടത്താൻ സാധ്യതയില്ല, പോറ്റിയുടെ പെങ്ങളുടെ മകൾക്കോ മകനോ നൂലുകെട്ടിന് സാധ്യതയില്ല. അപ്പോൾ രാവിലത്തെ ടെലിയിൽ പറഞ്ഞത് നുണ. അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം വരുമ്പോൾ അതങ്ങ് വിഴുങ്ങി, അതില്ല. രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ വരിയില്ല, ഞാനവിടെ പോയിട്ടുണ്ട് എന്നത് മാത്രമായി. 1. 2, അടൂർ പ്രകാശ് എന്താണ് പറഞ്ഞത്? അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞു എന്താണ് ബന്ധം നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു പോയ അടൂർ പ്രകാശ് പിന്നീട് പറഞ്ഞു എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഒരു പൊതു ചടങ്ങിൽ അയാൾ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് നേതാക്കന്മാരെ നിങ്ങൾ ഇയാളുടെ വീട്ടിലെ സന്ദർശകനാകുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി, അയാൾ ശബരിമലയിലെ ഒരു പരികർമ്മിയുടെ സഹായി ആയി നിൽക്കുന്ന ആളുടെ വീട്ടിൽ നിങ്ങൾ ഒരു തവണ പോയാൽ മതി, ആ വീട്ടിൽ ഒരു തവണ പോയാൽ മതി. എന്താണ് ബന്ധം? ബാംഗ്ലൂരിലെ കൂടിയാലോചന ചർച്ചയും മറ്റ് പലയിടത്തെടുത്ത ഫോട്ടോകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തവണ സ്റ്റേറ്റ് കാർ വെച്ച് അയാളുടെ വീട്ടിൽ പോയിട്ടുള്ള എന്താണ് അർത്ഥം? നമ്മുടെയൊക്കെ മണ്ഡലത്തിൽപ്പെടുന്ന ആളുകൾ, മന്ത്രിമാരും MP-മാരും ഒക്കെ ഉണ്ട്, വീട്ടിൽ വരാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ബന്ധം? അപ്പോൾ ന്യായമായിട്ട് തിരിച്ചവർ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ ഒരു പ്രധാനിയാണെന്നാണ്. ഞങ്ങളങ്ങനെ വിശ്വസിക്കാം, സാധാരണക്കാർ വിശ്വസിക്കാം. പക്ഷേ ഇയാൾ അവിടുത്തെ വെറും പരികർമ്മി മാത്രമാണ്, പരികർമ്മിയുടെ സഹായിയാണെന്ന് അറിയാവുന്ന ആളല്ലേ ദേവസ്വം ബോർഡ് മന്ത്രി. അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് എങ്ങനെയാണ് തെറ്റുക? ഞങ്ങൾക്ക് തെറ്റാം, ഞങ്ങൾ സാധാരണക്കാരനാണ്. ശബരിമലയിൽ പോയാൽ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ മനുഷ്യർ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ മന്ത്രി എങ്ങനെ തെറ്റിദ്ധരിക്കുക? MP എങ്ങനെ തെറ്റിദ്ധരിക്കുക? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെ തെറ്റിദ്ധരിക്കുക? ഇത് വളരെ കൃത്യമായ നെക്സസിൻ്റെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരു സംശയവുമില്ല, ഇവർ തമ്മിൽ വളരെ വളരെ അടുത്ത ബന്ധമാണ്. അത് പ്രയാർ ഗോപാലകൃഷ്ണനായാലും അടൂർ പ്രകാശ് ആയാലും കടകംപള്ളി സുരേന്ദ്രനായാലും. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ശരി ഇതൊക്കെയാണ് പോറ്റിപ്പെടുത്തിയതാണോ പോറ്റിയെപ്പെടുത്തിയതാണോ? അതായത് ശബരിമലയിലെ വളരെ സാധാരണക്കാരനായ ഒരാളെ ഉപയോഗിച്ച് ഒരു വലിയ തട്ടിപ്പിന് വേറെ ആരെങ്കിലുമൊക്കെ നടത്തിയതാണെങ്കിലോ? പോറ്റി അതിനകത്തെ നമ്മൾ കാണുന്ന ഒരു ചെറിയ സൈഡ് കിക്ക് മാത്രമാണെങ്കിലോ? അങ്ങനെയും ആലോചിച്ചൂടെ? പോറ്റിയാണോ ഏറ്റവും വലിയ കള്ളൻ? പോറ്റിയെ ഉപയോഗിച്ച് ചുറ്റുകൂടുന്ന ബാക്കിയുള്ളവരാണോ കള്ളന്മാർ? ശബരിമലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അധികാരത്തിലിരിക്കുന്നവർ ഇയാളെ ഉപയോഗിച്ച് നടത്തിയൊരു തട്ടിപ്പാണോ? അങ്ങനെയും ആലോചിച്ചൂടെ? വെറുതെ ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ മാത്രം ഫിക്സേറ്റഡ് ആയി പോയാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന മന്ത്രിമാരും നേതാക്കന്മാരും പറഞ്ഞ വാക്ക് വിശ്വസിച്ചപ്പോൾ നമുക്ക് പറ്റിയ അബദ്ധം, ഇവരെല്ലാം പറയുന്നത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചു. ഇപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഇയാളെ അറിയാമായിരുന്നു, പക്ഷേ അയാൾ അന്ന് കള്ളവ് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ എന്നാണ് ഇപ്പോഴത്തെ പുതിയ വാദം. അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് അന്ന് എങ്ങനെ ഇയാളുമായി ബന്ധമുണ്ടായി? ഇയാൾ ആരാണ്, എന്താണെന്ന് അറിയാതെയാണോ? അല്ലെങ്കിൽ അയാൾക്ക് ഒരു റിലവൻസും ഇല്ലാത്ത ഒരാളാണ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനു പോയി എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ ഇന്ന് ഒരു വലിയ നുണ പറയുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തട്ടിപ്പിൻ്റെ ഒരു കഥ മോളി പോകുമ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനകത്തുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കോടതി പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. സ്വർണം പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം, പഴയ സ്വർണ്ണമല്ല പുതിയ സ്വർണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദ്വാരപാലക ശില്പപാളികൾ നേരെ ചെന്നൈയിലേക്കല്ല പോയത്,
നേരെ ഹൈദരാബാദിലേക്കാണ് പോയത്. ഹൈദരാബാദിൽ പോയി 39 ദിവസത്തിന് ശേഷമാണ് ഈ സാധനം തിരിച്ചു വരുന്നത്. ഈ 39 ദിവസത്തിനിടയ്ക്ക് പല അമ്പലങ്ങളിലും വെച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു പക്ഷേ ഹൈദരാബാദിൽ ഈ ദ്വാരപാലക ശില്പപാളികളുടെ പുതിയൊരു അച്ചുണ്ടാക്കിയതാണെങ്കിലോ, പുതിയൊരു ദ്വാരപാലക ശില്പപാളികൾ കോപ്പറിലുണ്ടാക്കി ഈ പഴയ സാധനം അങ്ങനെ തന്നെ ഹൈദരാബാദിൽ അപ്രത്യക്ഷമായതാണെങ്കിലോ, എന്നിട്ടാണ് അത് തിരിച്ചു വരുന്നത്. അതിൻ്റെ കണക്ക് പറയുന്നത് ജൂലൈ 19-ാം തീയതി ദ്വാരപാലക ശില്പപാളികൾ 12 എണ്ണം ആണ് ശബരിമലയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച് പോറ്റിയുടെ സ്വന്തക്കാരൻ കൊണ്ടുപോകുന്നത്. ചെന്നൈയിലെത്തുന്നത് 10 പാളികളാണ് ആദ്യം, 2 എണ്ണം വരുന്നില്ല. വേറൊരു 2 എണ്ണം അതിന് ഒരു ദിവസത്തിന് ശേഷം, അത് പില്ലറിൻ്റെ പാളികളാണ്, അത് നേരെ ചെന്നൈയിലേക്ക് എത്തുന്നുണ്ട് ബാംഗ്ലൂർ വഴി. അപ്പോൾ 39 ദിവസം കാത്തിരുന്ന ശേഷം വേറൊരു പ്രിൻ്റ് എടുത്ത് വേറൊരു മോൾഡിൽ ഉണ്ടാക്കിയ ദ്വാരപാലക ശില്പപാളികളാണ് ചെന്നൈയിലെത്തിയതെങ്കിലോ, പിന്നീട് വരാതെ പോയ 2 എണ്ണം അതാണ് നമ്മളീ പറയുന്ന താങ്ങുപീഠത്തിൻ്റെ രണ്ടെണ്ണം. അത് കുറച്ച് ലൈറ്റായിട്ടാണ് വരുന്നത്. ഈ സാധനം ഫിറ്റാകാതെ വരുമ്പോൾ വീണ്ടും ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അതും ഫിറ്റ് ചെയ്യുമ്പോൾ അതും വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ പഴയത് മതി എന്ന് പറഞ്ഞ് വെക്കുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു പേര്, നമ്മളെല്ലാവരും ഒന്ന് ആദ്യം പുറകെ പോയതാണ് CK വാസുദേവൻ്റെ പേരാ. ഈ CK വാസുദേവൻ്റെ അളിയനായ അജികുമാറാണ് അതിന് 1 വർഷം മുമ്പ് വാതിലിൻ്റെ സ്പോൺസർ. നോക്കണേ, കണക്ഷൻ എവിടം വരെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇതൊരു വലിയ ഗൂഢസംഘം എത്രയോ കാലമായി ശബരിമലയിലെ പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റുന്ന ഒരു പരിപാടി. ഒരാൾ തന്നെ ഒരു സ്പോൺസറായിട്ട് നമുക്ക് തോന്നും, ആ സ്പോൺസർ വേറെ രൂപത്തിൽ അപ്പുറത്ത് വരും, മൂന്നാമത്തെ പരിപാടിക്ക് വേറൊരു പേരിൽ വേറൊരു സ്പോൺസർ വരും. ഇങ്ങനൊരു വലിയ നെക്സസ്. പോറ്റി അതിൻ്റെ മുമ്പിൽ. പക്ഷേ പോറ്റിയുമായി ഇവർക്കെല്ലാം അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ, പോറ്റിയാണോ ഇതിനകത്തെ വലിയ മീൻ, അതോ പോറ്റി വെറും ഒരു ചെറിയ മീനാണോ? വേറെ ആരൊക്കെയോ ദൈവതുല്യരായിരിക്കാം, തന്ത്രിയാവാം, മന്ത്രിയാവാം, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവാം, ഇവരൊക്കെയാണോ ഇതിനകത്തെ വലിയ മീനുകൾ? പോറ്റി വെറും ചെറിയ മീനാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ പറഞ്ഞ നുണ കൊണ്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്നു. ശുദ്ധ നുണയായിരുന്നു ഇത്രയും ദിവസം പറഞ്ഞത്, ഇന്ന് പറയുന്നത് നുണയാണ്. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാതെ അടൂർ പ്രകാശ് ഒളിച്ചു കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള MP അദ്ദേഹവും സംസാരിക്കുന്നില്ല. അദ്ദേഹം ഇതുവരെ നമുക്ക് വ്യക്തമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ നുണകളുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കുന്നത് ഇന്ന് പൊളിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളാണ് കൊണ്ടെത്തിച്ചത്. ജനങ്ങളോട് കള്ളം പറഞ്ഞതിന് നിങ്ങളെല്ലാവരും സമാധാനം പറയണം. പോറ്റിപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പോറ്റിപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇനിയാണ് യഥാർത്ഥത്തിൽ പെടാൻ പോകുന്നത്. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ വിഷയത്തിൽ EDയുടെ വരവോടുകൂടി വളരെ ഗൗരവത്തിൽ ഈ വിഷയം മാറാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ EDയുടെ എൻട്രി കൂടി നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു പോകണം. വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ഫലങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ EDയുടെ വരവോടുകൂടി ഉണ്ടാവാൻ പോവുകയാണ്. പോറ്റിപ്പെടുത്തു എന്ന് ചോദിച്ചാൽ, പോറ്റിയെപ്പോലെയുള്ള എല്ലാ അവതാരങ്ങളും അവതരിക്കുന്നത് ഇതേപോലെയുള്ള ആളുകളെ, സ്വാധീനശേഷിയുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിന്ന് അവരുടെ ആളാണ് എന്നത് പറയാൻ വേണ്ടിയാണ്. പിണറായി വിജയൻ്റെ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വരുന്ന ഒരവതാരവും ഉണ്ടാവില്ല. പക്ഷെ നോക്കൂ, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എത്രയെത്ര അവതാരങ്ങൾ വന്നുപോയി. അതിലേറ്റവും ഒടുവിലത്തെ അവതാരമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീന വലയത്തിൽ കുടുങ്ങാത്തതായി ഇപ്പോൾ ആരാ ഉള്ളത്? നോക്കൂ, സോണിയാഗാന്ധി മുതൽ ഇങ്ങ് അടൂർ പ്രകാശ് മുതൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഈ സ്വാധീന വലയത്തിൽ പെട്ടുപോയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ അത് ഉപയോഗപ്പെടുത്തിയല്ലേ മറ്റുള്ള ആളുകളെ ഈ ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പിന് വേണ്ടിയിട്ട് മറയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2 തരത്തിൽ ഞാനിതിനെ കാണുന്നു. ഒന്ന്, അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു. 2, EDയുടെ വരവോടുകൂടി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച കോൺഗ്രസിനും അതൊരു തിരിച്ചടിയായിട്ട് മാറാൻ പോവുകയാണ്. ഞാൻ ആദ്യത്തെ ഭാഗം വിശദീകരിക്കാം. നോക്കൂ, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പ്രമുഖരുമായിട്ട് ഇയാൾ പലയിടങ്ങളിലും പോയി നിന്ന്, അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരുമ്പോൾ ഒരു ഗൂർഖ ജീപ്പിൻ്റെ സ്പോൺസറായിട്ട് അവതരിക്കും. യഥാർത്ഥത്തിൽ ആ ഗൂർഖ ജീപ്പ് ആരാ സ്പോൺസർ ചെയ്തെന്ന് അറിയാമോ? ഭീമ ജുവലറിയാണ്. ഭീമ ജുവലറി സ്പോൺസർ ചെയ്ത് ഭീമ ജുവലറിയുടെ ഒരു PRO കൈമാറേണ്ട താക്കോൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ DGPയുടെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നത്? എനിക്കവിടെയുള്ളൊരു സംശയമുള്ളത്, എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് സംവിധാനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ശുദ്ധ തട്ടിപ്പുകാരനെ 2004 മുതൽ തന്ത്രിക്ക് പരിചയമുള്ള, 2007 മുതൽ ശബരിമലയിൽ ആക്റ്റീവായിരുന്ന, 2019 വളരെ നിർണായകമായ സ്പോൺസർഷിപ്പുകളും തട്ടിപ്പുകളും നടത്തിയ ഒരാളെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ ഈ ഗൂർഖ ജീപ്പ് കൊടുക്കുന്ന സമയത്ത് പോലും പോലീസിൻ്റെ ഇൻ്റലിജൻസിനോ ദേവസ്വത്തിൻ്റെ ഇൻ്റലിജൻസിനോ അറിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? വളരെ സംശയം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതൊന്ന്.
പക്ഷേ അവിടെ അയാൾ തന്ത്രപൂർവ്വമാണ് കേട്ടോ ഈ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന് വർത്തമാനം പറയാൻ പോലും മുഖ്യമന്ത്രി അടുത്തുനിന്ന് ക്ലോസ് ആയിട്ടുള്ള ഫ്രെയിമിൽ ഫോട്ടോ എടുക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിനുശേഷം പറഞ്ഞ് അങ്ങ് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ അവിടെ ശശിയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ DGPയുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരൊറ്റ ചിത്രം പോരെ ഇയാൾക്ക് എത്രയെത്ര സ്പോൺസർമാരെ ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പറയാൻ പറ്റും. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? 30 കോടി രൂപയിലധികം രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തി എന്ന് സംശയിക്കുന്നയാളാണ്. എങ്ങനെയാണ് ഇയാൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയത്? ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്ന് പിടിച്ചെടുത്ത ഡോക്യുമെന്റുകളിൽ എറണാകുളത്തെ ഡോക്യുമെന്റ് ഉണ്ട്, കൊല്ലത്തെ ഡോക്യുമെന്റ് ഉണ്ട്, നോക്കൂ തിരുവനന്തപുരത്തെ ഡോക്യുമെന്റുകളുമുണ്ട്. 3 ജില്ലകളിലായിട്ട് അയാൾ വ്യത്യസ്ത ഭൂമി രജിസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ട്. ആ ഭൂമി രജിസ്ട്രേഷനുകൾ നടത്തിയതിൽ പലതും വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്ത് തിരിച്ചു നൽകാത്തവരുടെ പ്രമാണം ബലമായി പിടിച്ചെടുത്ത് ഭാര്യയുടെയും അമ്മയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത ഓപ്പറേഷൻ കുബേരയിൽ കുടുങ്ങേണ്ട ഒരാളാണ്. ഓപ്പറേഷൻ കുബേരയിൽ അയാൾ കുടുങ്ങിയില്ല. കുബേരയിൽ കുടുങ്ങിയില്ലെന്ന് മാത്രമല്ല, അയാൾ കുബേരനായി തീരുകയും ചെയ്തു. അയാൾ മുഖ്യമന്ത്രിക്ക് പോലും പോയി ഈ ദേവസ്വം ബോർഡിന് ഗൂർഖ ജീപ്പ് കൈമാറുന്ന ഒരു സ്പോൺസറായിട്ട് മാറി. സോണിയാഗാന്ധിക്ക് ജൻപഥി പോയി ചരടി കെട്ടിക്കൊടുക്കുന്ന ആളായി മാറി. പോലീസിന്റെ അകമ്പടിയോടുകൂടി വരുന്ന കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കുഞ്ഞിന്റെ നൂലുകെട്ടിനോ കുഞ്ഞിന്റെ മറ്റേതോ ഒരു കർമ്മത്തിനോ വേണ്ടിയിട്ട് വിളിക്കുന്ന ആളായിട്ട് മാറി. അടൂർ പ്രകാശ് അയാളുടെ വീട്ടിൽ നിത്യസന്ദർശകനായി മാറി. എങ്ങനെയാണ് നൂലുകെട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊരു അല്ല, ഈ പൂണൂല് ധരിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട്. അത് 10 വയസ്സാകുമ്പോൾ അത് ചെയ്യുന്നതായി, ഒരു 10-11 വയസ്സാകുമ്പോൾ അത് ചെയ്യുന്നതാവാം, എന്തോ ആവട്ടെ. പക്ഷേ എങ്ങനെയാണ് പോലീസിന്റെ സെക്യൂരിറ്റിയോട് കൂടി കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദേവസ്വം മന്ത്രി, എങ്ങനെയാണ് UDFന്റെ കൺവീനർ MP ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ കുബേരയിൽ കുടുങ്ങേണ്ട ഒരു തട്ടിപ്പുകാരന്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അതും അടൂർ പ്രകാശ് ഒന്നല്ല പലതവണ പോയി എന്നാണ് പറയുന്നത്. എന്തായാലും വിക്രമൻ നായരെ പോലെയുള്ള അപ്പുറത്ത് CCTVക്ക് തുല്യമായ രീതിയിൽ ഒബ്സർവേഷൻ ഉള്ള ഒരാൾ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി. വന്നിരിക്കുന്ന ആളുകൾ എത്ര തവണ വന്നു എന്നത് പോലും വിക്രമൻ നായർ വളരെ വ്യക്തമായി പറഞ്ഞു. അതൊരു പക്ഷേ വളരെ പ്രമുഖരായ വ്യക്തി ആയതുകൊണ്ടാവാം അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓർമ്മിച്ചു വെച്ചിട്ടുണ്ടാവും ആരൊക്കെ എത്ര തവണ വന്നു എന്നുള്ളത്. പക്ഷേ അത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. തൊട്ടപ്പുറത്തിന് വീട്ടിലെ ആരൊക്കെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലോസ് ആയിട്ട് വിക്രമൻ നായർ പറഞ്ഞു. പക്ഷേ ആ മൊഴി വളരെ നിർണായകമാണ്. വിക്രമൻ നായർ ഇത് തുറന്ന് പറയുകയും ചെയ്തു. അതാണ് ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. അപ്പോൾ ഓപ്പറേഷൻ കുബേരയിൽ കുടുങ്ങേണ്ട ഒരു തട്ടിപ്പുകാരനെ വിശ്വസിച്ചത് ആരെല്ലാം? അങ്ങനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആ പോറ്റി അവരെ വളരെ ബുദ്ധിപരമായി പെടുത്തി. ആർക്കു വേണ്ടി പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കേസിൽ നിർണായകമായ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ തന്ത്രി രാജീവ് കണ്ഠരാണ്. ആ തന്ത്രി രാജീവ് കണ്ഠരുടെ ഓരോ ചെയ്തികളായിട്ട് പുറത്തു കൊണ്ടുവരികയാണ്. പക്ഷേ ആ തന്ത്രി രാജീവ് കണ്ഠർ EDയുടെ അന്വേഷണ റഡാറിൽ ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ. ആ തന്ത്രി രാജീവ് കണ്ഠരും പോറ്റിയും കൂടി ചേർന്ന് നടത്തി അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സ്വാധീനത്താൽ നടത്തിയ ഒരു വലിയ കൊള്ളയെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ തിരിച്ചടിയാണ്. അതാണ് ഞാൻ ഈ രണ്ടാമത്തെ ഭാഗത്ത് പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോറ്റി ഇനി പെടുത്താൻ പോകുന്നത് യഥാർത്ഥത്തിൽ CPMനെയും കോൺഗ്രസിനെയും ഒരേപോലെയാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അതിൽ കൂടുതൽ ആഘാതം ഏൽക്കാൻ പോകുന്നത് ഇതുവരെ CPMനായിരുന്നെങ്കിൽ കോൺഗ്രസിന് കൂടി പരിക്ക് കൂടുതൽ ഏൽക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? ഈ കേസിൽ 2 പ്രധാനപ്പെട്ട MP മാരുണ്ട്. അതിലൊന്ന് അടൂർ പ്രകാശ്, മറ്റൊന്ന് ആന്റോ ആന്റണി. 2 ചോദ്യങ്ങൾ ബാക്കി. അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP UDFന്റെ കൺവീനർ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി എന്ന് ഇതുവരെ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമുള്ള പരിചയമേ ഉള്ളൂ. അദ്ദേഹം ഒരു വീട് നിർമ്മിച്ച് നൽകുന്ന സമയത്തെ ചടങ്ങിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ, ആ ബൈറ്റ് നമ്മുടെ മുന്നിലാണ്. എങ്ങനെയാണോ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പറഞ്ഞത്, അതേ കാര്യം തന്നെയാണ് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് അടൂർ പ്രകാശ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു അഥവാ അത് മറച്ചുവെച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പരിചയം, ഒരയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ, ഒരു വീട് വെച്ച് കൊടുക്കുന്ന സമയത്തെ സ്പോൺസർ എന്ന നിലയിൽ ഞാനവിടെ പോയി ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷേ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മിസ്റ്റർ അടൂർ പ്രകാശ്, താങ്കളൊരു നിത്യസന്ദർശകനായിരുന്നില്ലേ? പലതവണ വന്നു പോയിട്ടില്ലേ? പലതവണ. എന്താണ് താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വന്ന് പോകാനുള്ള അടുപ്പം എന്താണ്? ഈ ചോദ്യത്തിന് മറുപടി അടൂർ പ്രകാശ് പറയണം. പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം ED ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി പ്രമാണങ്ങളടക്കം പിടിച്ചെടുത്തു. പക്ഷെ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്ക് ഗിഫ്റ്റ് കൊടുത്തു? ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കൊക്കെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു? EDയുടെ റഡാറിലേക്ക് വരാൻ പോവുകയാണ്. SITക്ക് പരിമിതിയുണ്ട്, EDക്ക് പരിമിതിയില്ല. അതാണ് ഞാൻ പറയുന്നത്. അത് ഇനി പെടാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ കേസിനെ രാഷ്ട്രീയവൽക്കരിക്കുക വഴി അടൂർ പ്രകാശും ഒപ്പം തന്നെ ആന്റോ ആന്റണി ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ആന്റോ ആന്റണി ഈ ചരട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സോണിയാഗാന്ധിയുടെയും മധ്യത്തിൽ നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്.
ജൻപഥിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്ന ചോദ്യത്തിന്, എന്ന് കയറ്റി എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ല. ചില വക്താക്കളൊക്കെ പറയുന്നത് ഈ രോഗപീഠ അനുഭവിക്കുന്ന സമയത്ത് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയി എന്നാണ്. അതിനുള്ള യോഗ്യത പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടുത്തെ വെറും ഒരു പരികർമ്മിയ ആളെ ശബരിമലയിലെ ശാന്തിക്കാരനായിട്ട് അവതരിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ജൻപഥിലേക്ക് എത്തിച്ചതാരാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജൻപഥിൽ കയറ്റിയതാരാണ് എന്ന ചോദ്യം ഇതുവരെ ഒരു രാഷ്ട്രീയ തമാശയായിരുന്നെങ്കിൽ ED വരുന്നതോടുകൂടി ആ രാഷ്ട്രീയ തമാശയിൽ നിന്നത് ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുകയാണ്. EDയുടെ ഈ അന്വേഷണത്തിൽ ED ഒരു കേസും എടുക്കാൻ പറ്റാത്ത ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ പോയി ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേസെടുത്തൊടുവിൽ കോടതിയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതാണല്ലോ. പക്ഷേ ED ഈ കേസിൽ വരുമ്പോൾ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1, ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് SIT ആണ്. അപ്പോൾ ഒരു ഒഫൻസ് അവിടെയുണ്ട്, ഒരു ഒഫൻസ് ഷെഡ്യൂൾഡ് ഒഫൻസ് അവിടെയുണ്ട്. 2, അതിൽ സ്വന്തം കള്ളപ്പണം വെളുപ്പിച്ചോ എന്നൊരു കേസ് കൂടി വേണമെങ്കിൽ അന്വേഷിക്കാം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര തട്ടിപ്പുകാരനുമായി സാമ്യമുള്ള കേസാണിതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ EDക്ക് ECIR നിയമപരമായി നിലനിൽക്കും. ECIR നിയമപരമായി നിലനിൽക്കുമെങ്കിലുള്ള അടുത്ത ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ട്രാൻസാക്ഷൻ നടത്തിയവർ ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി കൈകാര്യം ചെയ്തത് PMLA പ്രകാരമുള്ള ഒരു ക്രൈം ഓഫ് ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ്. പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ വിഹിതം ആരൊക്കെ കൈപ്പറ്റിയെന്ന ചോദ്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത് ജൻപഥിൽ സോണിയാഗാന്ധി അങ്ങനെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൈപ്പറ്റിയിട്ടുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ഇനി ബോധിപ്പിക്കേണ്ടി വരും EDയുടെ മുന്നിൽ ആ സമ്മാനത്തിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് സമ്മാനമാണ് നൽകിയത്, എന്താണ് കൊടുത്തിരിക്കുന്നത്? നോക്കൂ, 2 പേരാണ് കേട്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ബെല്ലാരിയിലെ റോദ്ധം ജുവലറിയുടെ ഗോവർദ്ധനുമാണ്. ഈ 2 കേസിൽ സ്വർണം കൊള്ളയടിച്ചവനും ആ സ്വർണ്ണം മുതൽ വാങ്ങിയവനും ഈ സോണിയാഗാന്ധിയുടെ മുന്നിൽ ഒരു ഗിഫ്റ്റുമായിട്ട് നിൽക്കുന്ന ചിത്രമുണ്ട്. അതിനിടയാക്കിയത് ആന്റണിയോ അടൂർ പ്രകാശോ അതാരാണെങ്കിലും അവരെ ED വിളിപ്പിക്കുകയാണെങ്കിൽ, അവരുടെ മൊഴി എടുക്കുകയാണെങ്കിൽ നിർബന്ധമായും അതൊരു നാഷണൽ ഹെഡ്ലൈനായിട്ട് മാറും. ശബരിമലയിലെ ഇതിനകം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്തിരിക്കുന്ന CBI കൊടുത്തിരിക്കുന്ന ഒരു PAയിൽ 2003 വലിയ വിവാദമായിരുന്നു. അന്ന് സോണിയാഗാന്ധിയുടെ സഹോദരിയായ അനുഷ്ക വിൻസി 2 നഗരങ്ങളിലായിട്ട് എത്നിക്ക ഗണപതി എന്ന പേരിൽ ഇറ്റലിയിൽ ഒരു ആന്റിക് ഷോപ്പ് നടത്തുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിന്ന് ആന്റിക് വസ്തുക്കൾ അങ്ങോട്ട് കടത്തുന്നു എന്നതുമായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരോപണം. അതിലൊരു വസ്തുതയുമില്ല എന്നുള്ളത് CBI പിന്നീട് കണ്ടെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ മറപിടിച്ച് അന്വേഷണം ആരിലേക്കൊക്കെ എത്തിക്കൂടാ. ഒരു കേസിൽ ഒരു തുമ്പുമില്ലാതിരുന്ന കേസിൽ, കേസിലെടുക്കാൻ ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന കേസിൽ, നാഷണൽ ഹെറാൾഡ് കേസിൽ EDക്ക് എത്രത്തോളം പോകാമെങ്കിൽ ശബരിമല കേസിൽ ഈ സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ പെടുത്തിയിട്ടുണ്ട്, ഇനി പെടുത്താൻ പോകുന്നതാണ് കൂടുതൽ ഗൗരവമേറിയ വിഷയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരേപോലെ CPMൽ കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറിനും വാസുവിനും കുരുക്കായിട്ട് മാറുമ്പോൾ മറുഭാഗത്ത് കുരുക്കായിട്ട് മാറുന്നത് സാക്ഷാൽ സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ആന്റണിക്ക് കൂടിയാണ് എന്നുള്ളതാണ്. ബാക്കി പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും G രാമൻ നായരും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് EDയുടെ വരവിൽ അങ്ങനെയൊരു രാഷ്ട്രീയ ഫലം ഉണ്ടാവുകയാണെങ്കിൽ, രാഷ്ട്രീയമായ പ്രത്യാഘാതം ഉണ്ടാവുകയാണെങ്കിൽ അതിനാര് സമാധാനം പറയും? 2 പേരും സമാധാനം പറയണം. CPM നിശ്ചയമായും ഇതിൽ സമാധാനം പറയേണ്ടത് എന്തുകൊണ്ട് പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ളൊരു തീരുമാനമെടുത്തില്ല. അന്നും CPM എടുത്ത ഒരു വിശദീകരണം അല്ലെങ്കിൽ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഭരണപരമായ വീഴ്ചയ്ക്കും അപ്പുറത്തേക്ക് എന്താണ് ഈ പത്മകുമാർ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അത് മനസ്സിലാക്കിയത് കുറ്റപത്രത്തിന് ശേഷം മനസ്സിലാക്കിയിട്ട് നടപടിയെടുക്കാം എന്നുള്ളതാണ്. സാർ, ആ കാലം പോയി. ഒരു വാർത്ത ഈ പ്രചരണ ആയുധങ്ങളുടെ സഹായത്തോടു കൂടി തീയായിട്ട് കത്തിപ്പടരുന്ന കാലമാണ്. അത് എത്താവുന്ന എല്ലാ ഇടങ്ങളിലേക്കും പോയി. ആ അവസരം ഒരുക്കി കൊടുത്തു. അന്ന് ആ സമയത്ത് പത്മകുമാറിനെ മാറ്റി നിർത്തിയെങ്കിൽ CPMന് പറയും ഈ പാർട്ടിക്ക് ഈ ഒരു ബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, ഇത് CPMനോ കോൺഗ്രസിനോ നേരിട്ട് ബന്ധമില്ലാത്ത കൊള്ളയാണ്. ഇത് തന്ത്രി രാജീവ് കണ്ഠരുടെ നേതൃത്വത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയിരിക്കുന്ന കൊള്ളയാണ്. ബാക്കി എല്ലാവരെയും ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്, ടൂളാക്കി മാറ്റാനാണ് ഉപയോഗിച്ചത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചതിന് കോൺഗ്രസും ഇതിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിന് CPMും വില നൽകേണ്ടി വരും. ഇതുവരെ നമ്മൾ കണ്ടതല്ല. EDയുടെ വരവോടുകൂടി അത് വളരെ കൃത്യമായിട്ടാണ് ED പിച്ച് ചെയ്തിരിക്കുന്നത്. EDയുടെ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത്, ഡോക്യുമെന്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണം പോകുന്നതിൻ്റെ വഴി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അടൂർ പ്രകാശ് മറുപടി പറയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറഞ്ഞു. പക്ഷേ അടൂർ പ്രകാശിൻ്റെ മറുപടിയും നമ്മൾ കാത്തിരിക്കുകയാണ്. ആന്റണിയും ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. പെടുത്തിയോ എന്ന ചോദ്യത്തിന് പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി പെടാൻ പോകുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ കഥ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി UDFനും CPMനും ദോഷം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പോറ്റിപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. പോറ്റിപ്പെടുത്തിയോ?
പോറ്റി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ കാരണം 90 ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഈ ചർച്ച നടന്നു. പോറ്റി അറസ്റ്റ് ചെയ്തിട്ട് ഒരു കേസിൽ 90 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇവർ ഈ ധാർമ്മികത ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ധാർമ്മികത എന്നും എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരാൾ, ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ട് CPM ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തിനാ അത് സസ്പെൻഡ് ചെയ്യാതെ മാറ്റി നിർത്തി? ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ പത്മകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് മാറ്റി നിർത്തേക്കുന്നു? അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയ അയാൾ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്നില്ലല്ലോ, സസ്പെൻഡ് ചെയ്തുകൂടെ? അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. പക്ഷേ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തുന്നില്ല. മാറ്റി നിർത്തിയിരുന്ന അനുസാർ നേരത്തെ പറഞ്ഞ പോലെ CPM പറഞ്ഞുകൂടായിരുന്നു. ഇത് ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഇത് ഇന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? കൂട്ടക്കൊള്ളയാണ് നടന്നതെന്ന് പറഞ്ഞത്. ശബരിമലയിൽ കൂട്ടക്കൊള്ളയാണ് നടന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? പിന്നെ ഈ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമാണ്. ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് പോയ വീട് വേറെ ഇല്ല. ഏത് കട്ട മുതൽ വാങ്ങിയ ആളും ഒന്നിച്ച് പോയ സ്ഥലം വേറെ ഇല്ലയെന്ന്. അത് സോണിയാഗാന്ധിൻ്റെ വീടാണ്. അവിടെ പോയിട്ടുണ്ട്. അവർ ആ ഫോട്ടോ പുറത്ത്. എന്താണ് ഇവർ അതിനെക്കുറിച്ച് ഒന്നും മറുപടി പറയാത്തത്? കോൺഗ്രസ് എന്താ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തതെന്നാണ് എനിക്കറിയാത്തത്. കാരണം അടൂർ പ്രകാശ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ആൻ്റണി ഒന്നും പറയുന്നില്ല, സോണിയാഗാന്ധി ഒന്നും പറയുന്നില്ല, KC വേണുഗോപാലൊന്നും പറയുന്നില്ല, വീട്ടിൽ പോയതിനെക്കുറിച്ച് പറയുന്നില്ല, ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിത്യസന്ദർശനായ അടൂർ പ്രകാശ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നിട്ട് ധാർമ്മികത എന്ന് പറയും. അത് എന്ത് ധാർമ്മികത? അത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം പിന്നെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതെന്ന് വെച്ച് പാട്ടൊക്കെ പാടി ഗംഭീരമായിട്ട് മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ ED വരുന്നതോടുകൂടി ഉണ്ടല്ലോ വേറൊരു പ്രശ്നം വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസ് ഒരു പ്രശ്നം വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ക്ലാരിറ്റിയോടുകൂടി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്താ ED വരുന്നതോടെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലല്ല ED വരാൻ പോകുന്നത്. ഈ കേസ് SIT എന്ന് പറയുന്നത് ഹൈക്കോടതി നിയന്ത്രണത്തിലാണ്. ED വരാൻ പോകുന്നത് രാഷ്ട്രീയ നിയന്ത്രണത്തിലാണ്. ഇനി രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഘോഷയാത്രയായിരിക്കും നടക്കാൻ പോകുന്നത് കേരളത്തിൽ. നോക്കിക്കോളൂ നിങ്ങൾ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ 13 ഇടത്തല്ലേ റെയ്ഡ് നടത്തിയത്? 21 ഇടത്ത് റെയ്ഡ് നടത്തിയിട്ട് എന്തേ തന്ത്രിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താത്തത്? തന്ത്രിയുടെ വീട് എന്തുകൊണ്ട് റെയ്ഡ് നടത്തിയിട്ടില്ലെന്ന് അന്വേഷിക്കണ്ടേ? അതിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയം പോകുന്നത് എങ്ങനെയാണ്? BJP സംസ്ഥാന നേതൃത്വം ആദ്യം തന്നെ വന്ന് പറഞ്ഞു, തന്ത്രിയുടെ വീട്ടിൽ തന്ത്രി ഇതിൻ്റെ ഭാഗമാക്കുക, തന്ത്രിയെ ചാരി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. KC വേണുഗോപാൽ വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, തന്ത്രിയെ ചാരി രക്ഷപ്പെടാം എന്ന് കരുതണ്ട. തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയില്ലെങ്കിൽ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ തന്ത്രിയാണെന്ന്. ആ മുഖ്യസൂത്രൻ തന്ത്രിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താതെ ആ കാര്യങ്ങളൊന്നും നോക്കാതെ ബാക്കിയുള്ള എല്ലാവരും വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണ്. നേരത്തെ ജിമ്മി സാർ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ യഥാർത്ഥ കൊള്ളക്കാരെന്ന് ആർക്കറിയാം? ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതെങ്ങനെ തെളിഞ്ഞു വന്നോ? നമ്മുടെ മുന്നിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്. അതൊരു തുടക്കം എന്നുള്ളതിനേക്കാൾ അപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ എത്രയാണ്? ഞാൻ പറഞ്ഞത് 44 ഗ്രാം സ്വർണ്ണത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? 4400 സംതിങ് ഗ്രാമായി. 4400 ഗ്രാമിലധികം സ്വർണം കൂടുതൽ കട്ടുകൊണ്ടുപോയി. 44 ഗ്രാമിൽ തുടങ്ങിയതാണ്. ഈ 4400 സംതിങ് ഗ്രാം സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക? അങ്ങനെ ചിന്തയുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 10, 30, 20 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെ മാത്രം 2017 തുടങ്ങി 2026 വരെ ആയല്ലോ. 26 വർഷം 19 വർഷമായി. ഈ 19 വർഷത്തോടെ ഈ 4 മന്ത്രിമാരെ കണ്ടിട്ടുള്ളതെന്ന് വിചാരിക്കുന്നത്? അല്ല, ഈ ഒരു മന്ത്രിനെയും ഈ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനെയും ഈ അടൂർ പ്രകാശിനെയും ആൻ്റണിനെയും സോണിയാഗാന്ധിനെയും മാത്രമേ കണ്ടിട്ട് വിചാരിക്കുന്നത്? അങ്ങനെയല്ല. ശബരിമലയിൽ വന്ന എല്ലാ കോടീശ്വരന്മാരെയും കണ്ടിട്ടുണ്ടാവും. എല്ലാ കോടീശ്വരന്മാരെയും ശബരിമലയിൽ പൂജയ്ക്ക് കൊണ്ടിട്ടുണ്ടാവും. എല്ലാ കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്നും അവിടെ പടിപൂജയ്ക്കും എല്ലാ കാര്യത്തിനും പൈസയും മേടിച്ചിട്ടുണ്ടാവും. എല്ലാം നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ അന്വേഷിക്കില്ലേ? ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ എവിടെയാണ് പോയി എത്തി നിൽക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഞാൻ പറയുന്നത് ഗോവർദ്ധൻ കൂടെ നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട്. കാരണം ഡെയിലി സ്വർണ്ണം കിട്ടിക്കൊണ്ടിരിക്കുക, വേറെ കച്ചവടം നടത്തണ്ട, ഡെയിലി സ്വർണ്ണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കൊള്ള നടന്നിട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്നും ഇതങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പ്രശ്നം കോൺഗ്രസ് വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ അറിയോ, ഈ ഇലക്ഷന് മുമ്പ് വലിയ എന്തെങ്കിലും ഒരു നോട്ടീസ് സോണിയാഗാന്ധിക്ക് കൊടുത്താൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. സോണിയാഗാന്ധിക്ക് ED ഒരു നോട്ടീസ് കൊടുക്കാം. ഞാൻ പറയും SIT നോട്ടീസ് കൊടുക്കേണ്ടി വരും. SITക്ക് നോട്ടീസ് കൊടുക്കാതെ മാറിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ മര്യാദ കൊണ്ട് അല്ല, അങ്ങനെ രാഷ്ട്രീയ മര്യാദ പ്രശ്നമുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഞാൻ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ല. ഞാൻ പറയുന്നത് ഈ വേറെ ആർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ ഇല്ല. ഇത് ഏക സോണിയാഗാന്ധിക്ക് മാത്രം ഗിഫ്റ്റ് കൊടുത്ത ഫോട്ടോയേ ഉള്ളൂ. പക്ഷെ അത് ധാർമ്മികമായിട്ട് സോണിയാഗാന്ധി അത് മേടിച്ചു ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ് ചോദിച്ചു നോക്കേണ്ടി വരും, എന്തിന്
സോണിയാഗാന്ധിനെ കണ്ടു, അല്ല, എന്തിനാ അവിടെ വന്നു, gift ചോദിക്കാലോ. എന്താണ് ചോദിക്കേണ്ടി വരും? അത് ചോദിക്കാതെ മാറിക്കാൻ പറ്റില്ല. വേറെ അപകടം എന്ന് അറിയോ, ആ കെട്ടിക്കൊടുത്തിരിക്കുന്നത് ചരടല്ല, അതിനകത്ത് ഗോൾഡിന്റെ അംശം ഉണ്ടെങ്കിൽ വീണ്ടും അല്ല, ഞാൻ പറയുന്നത് സോണിയാഗാന്ധി അതിന് മറുപടി പറയേണ്ടി വരും. അത് SIT ആണെങ്കിൽ ചോദിക്കേണ്ടി വരും, ED ആണെങ്കിൽ ചോദിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാ സോണിയാഗാന്ധി ചോദിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയല്ല, സോണിയ ചോദിക്കും. കാരണം അവർ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. കടകംപള്ളി സുരേന്ദ്രൻ എന്താ വിളിച്ച് ചോദിച്ചേ? നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചത് അല്ലേ? ഇതേ ചോദ്യം ആരോട്? അടൂർ പ്രകാശിനോട് ചോദിക്കേണ്ടി വരും. ഇതേ ചോദ്യം സോണിയാഗാന്ധിയോട് ചോദിക്കേണ്ടി വരും. ഇതേ ചോദ്യം ആന്റോ ആന്റണി ചോദിക്കേണ്ടി വരും. ചോദിക്കാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചോദിക്കാതെ പിന്നെ എന്താ അന്വേഷണമെന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? നിങ്ങൾ കോൺഗ്രസ്സുകാരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് എന്താ അന്വേഷണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് മാത്രമോ, 2006 തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് കണക്കിപ്പോൾ ഓൾറെഡി പുറത്ത് വന്നല്ലോ. 2006 തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞു. 2006 തുടങ്ങി 2026 വരെ ഭരിച്ചിട്ടുള്ള എല്ലാ ഭരണസമിതിയുടെ ആൾക്കാരോട് ചോദിക്കേണ്ടി വരില്ലേ? പറയില്ലേ? ഈ പറഞ്ഞ കൊടിമരത്തിൻ്റെ സ്വർണം എന്താ ചെയ്തതെന്ന് ചോദിക്കേണ്ടി വരില്ലേ? അതിൻ്റെ വാജിവാഹനത്തിൻ്റെ കാര്യം ചോദിക്കേണ്ടി വരില്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് എവിടെയാണ് വന്ന് നിൽക്കുക? അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഇത് ആഘോഷിച്ച് കയ്യിൽ നിന്ന് പോയ ഒരു സാധനമാണ് കോൺഗ്രസ്സിന്. വലിയ രീതിയിൽ ആഘോഷിച്ചു, അത് കയ്യിൽ നിന്ന് പോയി. ഇതിപ്പോൾ തിരിച്ചടിയാവുകയാണ്. ഞാൻ പറയുന്നത് അയ്യപ്പൻ്റെ പാട്ട് വെച്ചിട്ട് കോമാളിത്തരം കാണിച്ച ഇതിനും അയ്യപ്പനും അത് കാണുന്നുണ്ടല്ലോ. അയ്യപ്പൻ എന്താ കണ്ടത്? എൻ്റെ ശബരിമലയിൽ നിന്ന് എൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചതിന് വെറുതെ കൂടെ വിചാരിക്കുന്നത്. അങ്ങനെ ഈ അയ്യപ്പൻ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് കൂടെ നടത്താൻ വിചാരിച്ചവർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അപ്പോഴും ഈ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഈ ഇലക്ഷൻ്റെ സമയത്ത് ഈ ഫോട്ടോ ഉണ്ട്. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം കയറി അടിക്കുമായിരുന്നല്ലോ. കയറി അടിക്കുമായിരുന്നു. ഈ പത്മകുമാർ എന്ന് പറയുന്നത് ആരാ? ജില്ലാ കമ്മിറ്റി അംഗം അല്ലേ? അത്രയല്ലേ എത്തിയിട്ടുള്ളൂ. സോണിയാഗാന്ധി ജില്ലാ കമ്മിറ്റി അംഗമല്ലല്ലോ. ഏത് പോസ്റ്റിലായിരിക്കുന്നത്? ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ. പത്മകുമാർ പിന്നെ MP അല്ലല്ലോ പത്തനംതിട്ടയിലെ, അല്ലെങ്കിൽ ആറ്റിങ്ങലിലെ. അടൂർ പ്രകാശ് ആറ്റിങ്ങലിലെ MP ആണ് അല്ലേ? പത്തനംതിട്ടയിലെ MP ആരാ? ആന്റോ ആന്റണി അല്ലേ? ഇവരെല്ലാവരും കൂടെ നിന്നിട്ടാണ് എവിടെ പാട്ട് പാടിയത്? ഈ അടൂർ പ്രകാശും ആന്റോ ആന്റണി എല്ലാം കൂടെ നിന്നിട്ടാണ് പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോറ്റിയെ കയറ്റിയത് പാട്ട് പാടിയത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഡെയിലി വീട്ടിൽ പോയ ആൾക്കാർ അല്ലേ? ഡെയിലി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി നിത്യ സന്ദർശനായ അടൂർ പ്രകാശും ആന്റോ ആന്റണി അടക്കമുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് പോറ്റിയെ കയറ്റിയത് പാട്ട് പാടിയത്. അത് കയറ്റിയത് സഖാക്കളാണെന്നും പാടി. അപ്പം ഇവർക്ക് ഞാൻ പറയാം, മനസ്സിലൊരു ചെറിയ ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കത്തില്ലേ? ചെറിയൊരു തരുമ്പ് ഈ മനസ്സിനകത്തുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ പോയതാണ് എന്നുള്ളതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് അതുണ്ടെങ്കിലും മാറിക്കില്ലേ? വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ചു. അതാ പറയണേ. അല്ല, അതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാറിയിക്കില്ല. നന്നില്ലല്ലോ. കൂടെ നിന്നൊരു പാടി അല്ലേ? കൂടെ ഒന്ന് പാടി. അപ്പം അല്ലെങ്കിൽ കൂടെ കേരളത്തിൽ നിന്ന് 19 MP മാരുണ്ടല്ലോ. 19 MP UDF-കാരാണല്ലോ. എന്നാൽ കൂടെ നിൽക്കുന്നവരാണ് വേണം. അത് വേണ്ടടാ. കാരണം അത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള കൂടെയെങ്കിലും പറയണ്ടേ? അതുപോലെ പാടില്ല. നിന്ന് പാടിക്കൊടുത്തു. നിന്ന് പാടിയില്ലേ? ഇനി ആ പാട്ടിലുള്ള മറുപടി മുഴുവൻ പറയേണ്ടി വരും. ഇപ്പം എന്താ പറയുന്നറിയോ? അയ്യോ, ഒരു നോട്ടീസെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ. എന്തിനാ നോട്ടീസൊന്നും വേണ്ട. ധാർമ്മികതയാണല്ലോ ഇത്രയും നാൾ പറഞ്ഞത്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ പറഞ്ഞത് ധാർമ്മികതയുണ്ടെങ്കിൽ, ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ കണ്ടു? എന്തിന് അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു? ഈ ധാർമ്മികത അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ധാർമ്മികത കാര്യം പൂർത്തിയാവും. LDFിൻ്റെ ധാർമ്മികത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പത്മകുമാറിനെ പുറത്താക്കാതെ നിങ്ങൾ എന്ത് ധാർമ്മികത പറഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് 3 കാര്യം പറയാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ഈ പത്മകുമാറിനെ പുറത്താക്കിയില്ല എന്നത് മാത്രമാണ് CPM-ന്റെ പുറത്തുള്ള ആരോപണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു ആസൂത്രണത്തിൽ പാളിച്ചു പറ്റി. ഒന്ന്, ഈ കനകോലുവിൻ്റെതാണ് ഈ പ്ലാനെങ്കിൽ അത് അമ്പയെ പരാജയപ്പെട്ടു. ഇതാദ്യം CBI ഈ കേസ് ഏറ്റെടുക്കണമെന്ന് നിയമസഭയിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. SIT-യെ തള്ളിപ്പറഞ്ഞ് ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം തിരിച്ചടിക്കുമെന്ന് ഒരു ധാരണയുണ്ടായിരുന്നില്ല. പ്ലാൻ A പൊട്ടിയത് ആ ഘട്ടത്തിലാണ്. പക്ഷേ CBI അല്ല ഈ കേസ് ഏറ്റെടുത്താൻ പോയത്. അതിനേക്കാൾ മാരകമായി ED വന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, പാട്ടിനെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ വിധിയോടുകൂടി അത് അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ പാട്ടിനെ ഏറ്റെടുത്ത് ആഘോഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ പ്രചരണായുധമാക്കി മാറ്റാൻ തീരുമാനിച്ചെടുത്ത് രണ്ടാമത്തെ മിസ്റ്റേക്ക് പറ്റി. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് പലതവണ സന്ദർശനം നടത്തിയ അടൂർ പ്രകാശ് ഒരു ഉളുപ്പുമില്ലാതെ ആ പാർലമെൻറ്റിൻ്റെ പുറത്തിറങ്ങി നിന്ന് ഈ പാട്ട് പാടി എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഇതുവരെയും കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. അതിൽ ആന്റോ ആന്റണി ഉൾപ്പെട്ടിരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് തള്ളിപ്പറയാൻ, അതായത് ഇതിൽ രാഷ്ട്രീയമില്ലെന്നും തന്ത്രിയെ അടക്കം ED-യെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നില്ല എന്നുള്ളതാണ് കാര്യം. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇത് കടകംപള്ളി സുരേന്ദ്രനെ പെടുത്തി, ഇത് CPM-നെ പെടുത്താൻ വേണ്ടി വന്നതാണ്. അല്ല, ഇത് ഈ ED-യുടെ വരവ് കടകംപള്ളി സുരേന്ദ്രനോ പിണറായി വിജയനോ ലക്ഷ്യമിട്ടോ മാത്രമല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇത് ലാസ്റ്റ് പാർട്ട്. പോറ്റി പെടുത്തിയോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 4 പേരുടെയും ഉത്തരം.
Meet the editors.